ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേന നടുന്ന വീഡിയോ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ചേനയൊക്കെ നടുന്നത് മണ്ണൊക്കെ കൊത്തി ഇളക്കി ചെറിയൊരു കുഴിയെടുത്ത് അതിൽ കരിയിലയും ചവറൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് മണ്ണിട്ട് മൂടുകയാണല്ലോ ചെയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ. ചാക്കുകളിൽ കരിയില നിറച്ചിട്ട് നമ്മൾ അതിലോട്ടാണ് ചേന നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കരിയിലയിൽ മാത്രമായിട്ടും ചേന നട്ടു കൊടുക്കാം കേട്ടോ. ചേന, ചേമ്പ്, കാച്ചിലൊക്കെ നമുക്ക് കരിയില മാത്രമായിട്ട് നട്ടു കൊടുക്കാം. അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഇല്ലാത്തവർക്കും അതേപോലെ സ്ഥലമില്ലാത്തവർക്കും നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാം. അതുപോലെ മുറ്റത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ ചാക്കിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ചാക്കുകളിലെല്ലാം കരിയില ഒരു പകുതി ഭാഗത്തോളം കരിയില നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിതേ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് വരെ വെച്ചിട്ടുണ്ട്. 10 ചാക്കാണ് കേട്ടോ കരിയില നിറച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലെന്ന് വെച്ചാൽ വളരെ കുറച്ച് മണ്ണ് വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ല, മണ്ണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതേ ഇവിടെ കുറച്ച് പോട്ടിംഗ് മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാരം, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ചേന വെക്കുന്ന ഭാഗമുണ്ടല്ലോ അത്രയും ഭാഗത്ത് മാത്രമായിട്ട് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച്. അതിട്ടില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ പോട്ടി മിക്സ് ഇരുന്നത് കൊണ്ട് മാത്രം ഇടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മണ്ണിടാതെ വളം മാത്രം, ഇപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളുണ്ടല്ലോ, വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഇതേപോലെ ചേന നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേന നടുമ്പോൾ നമ്മൾ ചേന മുറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 250-300 ഗ്രാമെങ്കിലും ഉള്ള പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചേന കട്ട് ചെയ്തത് കാണാം. ഇത് കണ്ടോ, ഞാൻ ചേനകൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയുള്ള പീസുകളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ മുള വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു ചേന നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇതേപോലെ മുള വന്ന ഭാഗം നോക്കി ഇതേപോലെ 2 പീസുകളായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഞാനിത് ഈ മുറിഞ്ഞ ഭാഗത്ത് ചാരം പുരട്ടി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ കേട് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകം കലക്കിയിട്ട് അതിൽ മുക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിത് നേരത്തെ വിത്ത് ഒരുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതെല്ലാം വേരൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കഴുകി കളഞ്ഞ് നമ്മൾ സ്യൂഡോമോണസിൽ മുക്കി വെച്ച വിത്ത് ചേനകളാണ് കേട്ടോ. ഇനി നമുക്കിത് നട്ടു കൊടുക്കാം. അപ്പോൾ അതേ നമുക്ക് ചേനകൾ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയുള്ള പീസുകളാണ്. നമ്മളിതിൻ്റെ അകത്ത് നമ്മൾ ചേന വെക്കാനുള്ള പാകത്തിന് മാത്രം കുറച്ച് പോട്ടി മിക്സ് വയ്ക്കുക. അതിനുശേഷം ചേന ഇതുപോലെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇത്രയും ചെറിയ ചേനകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് നട്ടു കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് പോട്ടി മിക്സ്, ആ ചേന നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ചേനയൊന്ന് മൂടാൻ പാകത്തിന് മാത്രം വളരെ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ആർക്കും ചെയ്യാവുന്ന രീതിയാണ്. ഇപ്പോൾ സ്ഥലം ഒത്തിരി വേണം എന്നൊന്നുമില്ല. സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ ഇതേപോലെ നടുക എന്നുള്ളത്. നമുക്ക് മുറ്റത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടോ, ഇതേപോലെ 2 കപ്പ് മണ്ണാണ്, വളം ചേർത്ത മണ്ണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മണ്ണില്ലാത്തവർ മണ്ണിടണ്ട. നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ചേന നട്ടു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കുറച്ച് കരിയില ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചേന ഇപ്പം നല്ല വെയിൽ സമയമല്ലേ, അപ്പോൾ അത് ചേന പൊള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വീണ്ടും കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നത്. കരിയിലയോ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തുനിന്ന് പറിച്ച പുല്ലുകളോ ഒക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേന നട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുറ്റത്തുനിന്ന് പറിക്കുന്ന പുല്ലുകളോ അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ അടിക്കൊമ്പുകൾ വെട്ടിയതോ അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതേപോലെ കരിയിലയായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ നടുന്നതിൻ്റെ മുകളിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ചേന നടാനായിട്ട്. നമ്മൾ മണ്ണിൽ നടുമ്പോൾ നമുക്ക് കൊത്തി കളയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. മണ്ണിൽ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കൊത്തി എടുക്കാം. എന്നാലും ബുദ്ധിമുട്ടല്ലേ, നമ്മൾ 8 10 ചേനയൊക്കെ നടുന്ന സമയത്ത് നമുക്ക് കുഴി താത്തി നടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്കിൽ കിട്ടുന്ന കരിയിലകളെല്ലാം ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒട്ടും മണ്ണില്ലാതെ തന്നെ ഇതേപോലെ തന്നെ കൃഷി ചെയ്യാൻ വളമൊക്കെ ഇട്ടിട്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചേന നടേണ്ട സമയം എന്ന് പറഞ്ഞാൽ മലയാള മാസം കുംഭമാസത്തിലാണ്. കുംഭമാസത്തിൽ ചേന നട്ട് കഴിഞ്ഞാൽ കുടത്തോളം ചേന കിട്ടും, കുടം പോലെ ചേന ഉണ്ടാവുമെന്ന് പഴയ കാലത്തെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടേണ്ടത് ഈ കുംഭമാസം തീരുന്നതിന് മുമ്പാണ് ചേനയൊക്കെ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളും ചേന നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്